ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മലേഷ്യൻ വ്ളോഗ് പാർട്ട് 2. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബസ് പിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവുകയാണ്. അതിന് മുന്നേ നമ്മൾ മസാല ദർബാർ എന്നുള്ള ഹോട്ടലിൽ നിന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മോർണിംഗ് നല്ല ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മുടെ പൂരി മസാലയും പിന്നെ ദോശ, സാമ്പാർ, പിന്നെ ഈ ഒരു സാധനം അത് അവിടുത്തെ വെജിറ്റബിൾ നഗ്ഗറ്റ്സ് പോലത്തെ സാധനമാണ്. സ്റ്റഫിങ് അടിപൊളിയായിരുന്നു. അപർണ കഴിക്കാത്തതുകൊണ്ട് അതും കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ അവിടെ നമ്മൾ ഫ്ലോട്ടിംഗ് മോസ്ക് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് പുത്രജയ അവരുടെ സിറ്റി ക്യാപിറ്റലാണ്. അപ്പോൾ സിറ്റി ക്യാപിറ്റലിൻ്റെ അവിടെ ഉള്ള ഡെസ്റ്റിനേഷൻസിലേക്കായിരുന്നു നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. സോ അന്നത്തെ ദിവസം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു വ്യൂ നല്ല രസമുണ്ടായിരുന്നു. റോഡ്സും അവിടുത്തെ ബിൽഡിങ്സിനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോസ്ക് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് പോയിൻറ്റ്. പുത്രജയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ സിറ്റിയാണ്. എൻ്റെ കൊളീഗാണ്, ഞാൻ വ്ളോഗ് എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയിലേക്ക് വന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ പുത്രജയ എത്തി. ഇവിടുത്തെ മിനിസ്റ്റർ പാലസ് ആൻഡ് ഓളാണ് കാണാൻ പോകുന്നത്. മോസ്ക് എൻട്രി ആണെങ്കിൽ ഇതുപോലത്തെ ഹൂഡി വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഹൂഡി ഉണ്ട്. ഇതിട്ട് കയറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതൊരു അടിപൊളി സ്പേസ് ആണ് കേട്ടോ. നല്ലൊരു ഈ ഒരു ഹൂഡി ഞാനും വാങ്ങിയിട്ടു. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പുത്ര മോസ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാകുമ്പോൾ ഫുള്ളി കവേർഡാണ്. ഞാൻ കൊണ്ടുവന്ന ഹൂഡി പോലെ ഇവിടെ മെയിനായിട്ട് ഹെയർ കവേർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ടൂർ കോർഡിനേറ്റർ, നമ്മുടെ ലിസി മാം. ആൻഡ് ഈ ഒരു ട്രിപ്പ് അടിപൊളിയാക്കിയതിൽ മാമിനൊരു പങ്കുണ്ട്. ഞങ്ങളൊരു ഹോൾ ടീം ഇതിനകത്തുണ്ട്. എല്ലാവരും പിക്സ് എടുക്കാനും അതുപോലെ ആ ഒരു ഹൂഡിയൊക്കെ ഇട്ടുന്നപ്പം നമ്മൾ കുറേ തമാശകളും പറഞ്ഞ് കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് എല്ലാവരും. അവിടെ വന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ അവരുടെ നല്ലൊരു സീനിക് ബ്യൂട്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഞാൻ അപർണ ഇരുന്നെടുത്തിട്ട് ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മലേഷ്യൻ പോലീസാണ്. അപ്പോൾ പുള്ളി നമ്മുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ആൻഡ് ദെൻ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ടെമ്പിൾ അങ്ങനെ എന്തോ ആണ് അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. എനിക്ക് എക്സാക്ട് പ്രൊണൗൺസിയേഷൻ അറിഞ്ഞൂടാ. നമുക്ക് അവിടെ ചെന്നിട്ട് വീഡിയോസാണ് കാണാൻ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതാണ് തേൻ ഹോയ് ടെമ്പിൾ. എനിക്ക് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന സിനിമയാണ് കേട്ടോ ഓർമ്മ വന്നത് ഇതൊക്കെ കണ്ടപ്പം. പക്ഷെ സംഭവം കൊള്ളാം, നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഫുൾ ടെമ്പിൾ. അങ്ങനെ നമ്മൾ അവിടെ അകത്തേക്ക് കയറി. ഇതിന് 2-3 നിലയായിട്ടാണ് പടി കയറണം. അതൊരു ഹെക്കൂലിയൻ ടാസ്ക് ആയിരുന്നു എനിക്ക്, കാരണം കാല് വയ്യാതിരിക്കുന്നതുകൊണ്ട് സ്റ്റെയർ കയറാൻ അത്യാവശ്യം സമയം എടുത്തു. എല്ലാവരും എത്തിക്കഴിഞ്ഞാണ് ഞാൻ എത്തിയത്. പിന്നെ ഇവിടെ ഞങ്ങളിങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന എന്തിനാണെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇടാം കേട്ടോ. അവിടെ ചെറിയൊരു റിച്വൽ പോലെ നമ്മളിങ്ങനെ കുറച്ച് സ്റ്റിക്സ് എടുക്കുന്നതും അതിലൊരു നമ്പർ ഉണ്ടാവും, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടിടാം. സോ അവിടെ നമ്മൾ ഭയങ്കര കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ആരെങ്കിലുമൊക്കെ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൽ കൂർഗിൽ പോയിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ. ഇവിടെ അതേപോലൊരു 3 പ്രതിമയൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടുത്തെ ആർട്ടിസ്ട്രി ആൻഡ് സ്കൾപ്ചറിങ് ഭയങ്കര അടിപൊളിയാണ്. മൊത്തത്തിലൊരു കാം നേച്ചർ, അതാണ് സംഭവം. നമ്മുടെ ഇന്നത്തെ കറക്കം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഹോട്ടലല്ല, ആദ്യം ലഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഹോട്ടലിലോട്ട് പോകും. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ലൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഒരു ഡൾനെസ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നേരെ ലഞ്ച്. സോ ടെമ്പിൾ കണ്ടു. ലഞ്ച് കഴിഞ്ഞ് നേരെ ഇനി റൂമിലോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി നമുക്കപ്പോൾ വഴിയെ കാണാം. അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ ഫുഡ് ഇതായിരുന്നു. ചോറും നല്ല സാമ്പാറും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ഫുഡ്. അത് കിട്ടിയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരു ഡൂറിയൻ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഡൂറിയാനാണ് ഇവരുടെ നാഷണൽ ഫ്രൂട്ട്. നമ്മുടെ ചക്കയുടെ ഒക്കെ ഒരു ഷേപ്പാണ്, പക്ഷേ അതിനൊരു വല്ലാത്ത സ്മെല്ലാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബസ്സിലോട്ട് പോവാം. ബസ്സിൽ പോയിട്ട് നേരെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡാണ്. ബാക്കി ഇനി നമുക്ക് റൂമിൽ പോയിട്ട് ആവാം. ഞാൻ ഓഡിയോ ഇടയ്ക്ക് പിന്നെ കൊടുത്തതാണ്, ചിലത് വീഡിയോയിലുള്ളതാണ്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ മെട്രോ സ്റ്റാറിലാണ് എല്ലാ ദിവസവും സ്റ്റേ ചെയ്യുന്നത്. ആദ്യത്തെ റൂമാ. അങ്ങനെ നമ്മളൊരു 2 മണി ടൈമിലാണ് ഹോട്ടലിൽ എത്തിയത്. അവിടെ നിന്ന് നമ്മളൊന്ന് കുറച്ച് നേരം കിടന്നു, എല്ലാവരും ഒക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു, ഫ്രഷായി നമ്മൾ നേരെ താഴേക്ക്. നമ്മൾ 6th ഫ്ലോറാണ്. നമ്മൾ നേരെ പോവുകയാണ് താഴോട്ട്. വീണ്ടും പടികൾ, എൻ്റെ ശത്രുവാണ് ഇപ്പോൾ പടികൾ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ നമ്മുടെ ഫുഡ് സ്ട്രീറ്റായിട്ട് ബുക്കിറ്റ് ബിന്ദാങ്ങിലെത്തി. അത് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ബൈ ബൈ.